സ്കാൻഎഫ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു നമ്പർ റീഡ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആവശ്യമുള്ള ഹെഡർ ഫയൽസ് നമുക്ക് ആദ്യമേ തന്നെ ഇൻക്ലൂഡ് ചെയ്യാം. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു printf scanf സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആഡ് ചെയ്യേണ്ട ഹെഡർ ഫയൽ എന്ന് പറയുന്നത് stdio.h ആണ്. ഇനി അടുത്ത ഹെഡർ ഫയൽ conio.h ആണ്. conio.h നമ്മൾ യൂസ് ചെയ്യുന്നത് clrs cr getch ഈ രണ്ട് സ്റ്റേറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് conio.h നമ്മൾ യൂസ് ചെയ്യുന്നത്. മൊബൈലിലൊക്കെ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ആവശ്യം വരത്തില്ല, stdio.h മാത്രം കൊടുത്താലും മതിയായിരിക്കും. ഈ clrs cr സ്ക്രീൻ ക്ലിയർ ചെയ്യാനായിട്ട് കൊടുത്തു. അടുത്തത് ഞാനൊരു ഇൻറ്റീജർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ്, ഇൻറ്റ് എ എന്ന് പറഞ്ഞ്. നേരത്തെ ക്ലാസ്സിലാണെങ്കിൽ നമ്മൾ ഇൻറ്റ് എ എന്ന് പറഞ്ഞിട്ട് 8 10 5 എന്നൊക്കെ ഒരു വാല്യൂ അസൈൻ ചെയ്തിട്ടായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻറ്റീജർ എന്ന് പറഞ്ഞൊരു വേരിയബിൾ എടുത്തിട്ട് അതിലേക്ക് യൂസർ ഒരു വാല്യൂ റീഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ യൂസറിന്റെ അടുത്ത് നിന്ന് റീഡ് ചെയ്യാനായിട്ട് scanf സ്റ്റേറ്റ്മെന്റ് എഴുതി, scanf %d. printf നമ്മൾ പഠിച്ച പോലെ തന്നെയാണ് scanf. അതിന്റെ സിന്റാക്സ് ഒരു സിമിലർ ആണ്. സ്കാനഫിൽ നമ്മൾ എന്ത് ചെയ്തു, ആദ്യം ഫോർമാറ്റ് സ്ട്രിംഗ് എഴുതുക. സ്കാനഫിൽ വേറെ നമുക്ക് ഇഷ്ടമുള്ള സ്ട്രിംഗ് ഒന്നും കൊടുക്കാനായിട്ട് പറ്റത്തില്ല, ഫോർമാറ്റ് സ്ട്രിംഗ് മാത്രം കൊടുക്കുക. ഫോർമാറ്റ് സ്ട്രിംഗ് ഇവിടെ %d ആണ്, കാരണം എന്താ, നമ്മൾ ഇൻറ്റീജർ വാല്യൂ ആണ് റീഡ് ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മൾ %d എന്ന് കൊടുത്തു. ഇനി ഏത് വേരിയബിളിലേക്കാണ് നമ്മൾ വാല്യൂ റീഡ് ചെയ്യുന്നത് സ്റ്റോർ ചെയ്യേണ്ടതെന്ന് നമ്മൾ പറയണം. ഓക്കെ, യൂസർ ഒരു വാല്യൂ എൻ്റർ ചെയ്ത് കൊടുക്കും, ആ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന വാല്യൂ ഏത് വേരിയബിളിലേക്കാണ് സ്റ്റോർ ചെയ്യേണ്ടതെന്ന് നമ്മൾ പറയണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എ എന്നുള്ള വേരിയബിളിലേക്കാണ് നമുക്ക് റീഡ് ചെയ്യേണ്ടത്. പക്ഷെ സ്കാനഫ് എഴുതുമ്പോൾ എ എന്ന് മാത്രം എഴുതിയാൽ പറ്റത്തില്ല, അതിന്റെ അഡ്രസ്സും കൂടി ചേർത്ത് പറയണം. അഡ്രസ്സ് പറയാനായിട്ടാണ് നമ്മൾ ആംപർസാൻഡ് എന്നുള്ള സിമ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ printf ആണെങ്കിൽ അഡ്രസ് ഓഫ് ഓപ്പറേറ്ററിന്റെ ആവശ്യം വരുന്നില്ല, സ്കാനഫ് ആണെങ്കിൽ എന്ത് കൊടുക്കണം, അഡ്രസ്സും കൂടി ചേർത്ത് പറയണം. അപ്പൊ ഇത് രണ്ടും മാറിപ്പോകരുത് കേട്ടോ. printf എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ABCD എന്ന് പറഞ്ഞാൽ എഴുതി പോകും, അത് നമുക്ക് പ്രശ്നം അവിടെ വരുന്നില്ല. പക്ഷെ സ്കാനഫ് പറയുമ്പോൾ %, ഈ ഫോർമാറ്റ് സ്ട്രിംഗും പറയണം, എന്നിട്ട് എന്ത് പറയണം, ഏത് വേരിയബിളിലേക്കാണോ സ്റ്റോർ ചെയ്യേണ്ടത് അതിന്റെ അഡ്രസ്സും നമ്മൾ പറയണം. അപ്പൊ ഇവിടെ ആംപർസാൻഡ് സിമ്പിൾ സ്കാനഫിൽ യൂസ് ചെയ്യണം, അത് മറക്കരുത്. ഇനി നമുക്ക് എന്ത് ചെയ്തു, printf എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാല്യൂ അല്ലെ, ഇൻറ്റീജർ വാല്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ വാല്യൂ നമ്മൾ പ്രിന്റ് ചെയ്യാണ്. അപ്പൊ %d പ്രിന്റ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ %d കൊടുക്കുക. %d കൊടുത്തിട്ട് ഡബിൾ കോട്ട്സ് കൊടുത്തു, ക്ലോസ് ചെയ്തു, കോമ ഇട്ടിട്ട് ആ വേരിയബിളിന്റെ പേര് പറഞ്ഞു. printf പറയുമ്പോൾ വേരിയബിളിന്റെ പേര് മാത്രം പറഞ്ഞാൽ മതി, പക്ഷെ scanf പറയുമ്പോൾ നമ്മൾ എന്ത് പറയണം, അഡ്രസ്സും കൂടെ ചേർത്ത് നമ്മൾ പറയണം. ഇപ്പൊ ഇത്രയാണ്, നമ്മൾ ഇൻറ്റീജർ വാല്യൂ നമ്മൾ റീഡ് ചെയ്തു, എന്നിട്ട് ആ വാല്യൂ നമ്മൾ പ്രിന്റ് ചെയ്ത് കാണിച്ചു. ഞാനത് കമ്പൈൽ ചെയ്യാണ്. കമ്പൈൽ ചെയ്തപ്പോൾ ഇവിടെ എറർ ഒന്നും വരുന്നില്ല. തിരിച്ച് റൺ ചെയ്യുവാണ്. റൺ ചെയ്ത് കഴിയുമ്പോൾ കർസർ വെറുതെ നിൽക്കുകയാണ് അല്ലെ. വെറുതെ നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊരു വാല്യൂ എൻ്റർ ചെയ്യാനായിട്ട് അത് വെയിറ്റ് ചെയ്യാണ്. അപ്പൊ ഞാനൊരു വാല്യൂ എൻ്റർ ചെയ്യാം. 5 എന്നുള്ള വാല്യൂ എൻ്റർ ചെയ്തു. അപ്പൊ ഇൻറ്റീജർ വാല്യൂ 5 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഇതാണ് സ്കാനഫ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് നമുക്കൊരു വാല്യൂ റീഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ചുമ്മാ ഒരു സ്ട്രിംഗ് പ്രിന്റ് ചെയ്ത് കാണണം, അതായത് യൂസറിനോട് ഒരു എൻ്റർ ആൻഡ് ഇൻറ്റീജർ വാല്യൂ ഒന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കണം, ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കണം എന്നാണെങ്കിൽ നമുക്കിവിടെ printf എന്ന് വേണമെങ്കിൽ കൊടുക്കാം. printf enter an integer value. ഇപ്പൊ ഇവിടെ എന്താ, യൂസർ ഒരു ഇൻറ്റീജർ വാല്യൂ റീഡ് ചെയ്യാൻ യൂസറിനോട് പറയുവാണ്. ഇത് printf സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്, ഇതിൽ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. വെറുതെ ഒരു printf സ്റ്റേറ്റ്മെന്റ് മാത്രം നമ്മൾ കൊടുക്കുകയാണ്. അപ്പൊ ഇവിടെ എൻ്റെ ഇൻറ്റീജർ വാല്യൂ നമ്മളോട് പറഞ്ഞു, ഞാനിവിടെ ഒരു ഇൻറ്റീജർ വാല്യൂ എൻ്റർ ചെയ്ത് കൊടുക്കുവാണ്. അപ്പം ഇൻറ്റീജർ വാല്യൂ ഒന്ന് പ്രിന്റ് ചെയ്ത് കിട്ടി അല്ലെ. അപ്പൊ ഈ രീതിയിൽ കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെയുള്ള printf സ്റ്റേറ്റ്മെന്റ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ആദ്യം ഞാൻ ചെയ്തപ്പോൾ printf സ്റ്റേറ്റ്മെന്റ് എൻ്റെ ഇൻറ്റീജർ വാല്യൂ എന്നുള്ളൊരു printf സ്റ്റേറ്റ്മെന്റ് കൊടുത്തില്ലായിരുന്നു, കൊടുക്കാതെ തന്നെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വാല്യൂ റീഡ് ചെയ്യുമായിരുന്നു. അങ്ങനെയും ചെയ്യാം. പക്ഷെ അന്നേരം കർസർ വന്ന് നിൽക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, എന്താ പുതിയൊരാൾ പ്രോഗ്രാം കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പൊ ഇതുപോലെയുള്ള സ്റ്റേറ്റ്മെന്റ് ആഡ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് കാര്യം മനസ്സിലാവും. ഒരു ഇൻറ്റീജർ വാല്യൂ എൻ്റർ ചെയ്യാനായിട്ട് പറഞ്ഞു, സ്കാനഫ് വഴി അത് റീഡ് ചെയ്തു, printf വഴി അത് പ്രിന്റ് ചെയ്തു. ശരിക്കും ഇത് മാത്രമാണ് സ്കാനഫ് നമുക്ക് റീഡ് ചെയ്യാനായിട്ട് ഇത് മാത്രം മതിയായിരിക്കും. ആദ്യം എഴുതുന്ന printf എന്ന് പറയുന്നത് ചുമ്മാ ഒരു മെസ്സേജ് നമ്മൾ യൂസറിൽ കൊടുക്കുന്നു എന്നേ ഉള്ളൂ, ഒരു നമ്പർ എൻ്റർ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് യൂസറിനെ നമ്മളൊന്ന് അറിയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓരോ സ്റ്റേറ്റ്മെന്റും എന്താണെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കുക. കാരണം നിങ്ങൾ പ്രോഗ്രാം എഴുതി വരുമ്പോൾ നിങ്ങൾ പലരും മിസ്റ്റേക്ക് ഉണ്ടാക്കും. നമ്പർ റീഡ് ചെയ്യാൻ പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് ആദ്യം കൊണ്ടൊരു printf എന്ന് പറഞ്ഞ് ഒരു സ്റ്റേറ്റ്മെന്റ് എൻ്റർ എ നമ്പർ നമ്മൾ എഴുതി വെക്കും. അതാണ്
നമ്പർ റീഡ് ചെയ്യാനുള്ളതെന്നാണ് പലരുടെയും വിചാരം. പക്ഷെ അങ്ങനെയല്ല. ഈ പ്രിന്റ് എഫ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സ്കാൻഎഫ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആക്ച്വലി ആയിട്ട് നമ്പർ റീഡ് ചെയ്ത് എടുക്കുന്നത്. അപ്പൊ ഇതാണ് ഒരു ഇൻഡിജർ നമ്പർ റീഡ് ചെയ്യാനായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഇനി ഫ്ലോട്ട് വാല്യൂ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലോട്ട് വാല്യൂ റീഡ് ചെയ്യാം, പ്രിന്റ് ചെയ്യാം. അത് ഫ്ലോട്ട് വാല്യൂ കൂടെ റീഡ് ചെയ്യാനുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ കൂടെ ഒരു ഫ്ലോട്ട് വാല്യൂ ഞാൻ എടുക്കുകയാണ്. ഫ്ലോട്ട് വാല്യൂ ബി എന്ന് പറഞ്ഞെടുക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം. ഇവിടെ പ്രിന്റ് എൻ്റെ ഫ്ലോട്ട് വാല്യൂ റിയൽ നമ്പർ എന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം. സ്കാൻഎഫ് ഫ്ലോട്ട് ആകുമ്പോൾ ഏത് കൊടുക്കണം, പെർസെൻറ്റേജ് എഫ് ആണ് കൊടുക്കേണ്ടത്, കോമ അഡ്രസ് ഓഫ് അല്ലെ, ഏതാണ് ഫ്ലോട്ട് വേരിയബിൾ ഏതാണ്, ബി ആണ്. അപ്പൊ ഞങ്ങളുടെ ബി എന്ന് കൊടുക്കുകയാണ്. ക്ലോസ് ചെയ്തു. അടുത്തത് പ്രിന്റ് ചെയ്ത് കാണിച്ചു. പ്രിന്റ് ഇവിടെ റിയൽ നമ്പർ തൽക്കാലത്തേക്ക് കൊടുക്കുകയാണെങ്കിൽ ഫ്ലോട്ട് വാല്യൂ എന്നാണ് കൊടുക്കുക. ഫ്ലോട്ട് വാല്യൂ ഏതാണ് പ്രിന്റ് ചെയ്ത് കാണിക്കേണ്ടത്, പെർസെൻറ്റേജ് ഡി അല്ല, പെർസെൻറ്റേജ് എഫ് ആണ്, കോമ വേരിയബിൾ ഏതാണ്, ബി ആണ്. പ്രിന്റ് എഫ് കൊടുക്കുമ്പോൾ അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് മാത്രം കൊടുത്താൽ മതിയായിരിക്കും. ആ വേരിയബിളിന്റെ പേര് മാത്രം പറഞ്ഞാൽ മതി. സ്കാൻഎഫിലാണ് എന്ത് കൊടുക്കേണ്ടത്, അഡ്രസ് ഓഫ് എന്നുള്ള ഓപ്പറേറ്റർ കൊടുക്കേണ്ടത്. നമുക്ക് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ആദ്യം കമ്പൈൽ ചെയ്യാം. എറർ ഒന്നുമില്ല. ദെൻ റൺ ചെയ്ത് നോക്കാം. എറർ ഒന്നുമില്ല. അപ്പോൾ ഒരു ഇൻഡിജർ വാല്യൂ എൻ്റർ ചെയ്യാൻ പറഞ്ഞു. ഞാൻ 3 എന്നൊരു വാല്യൂ എൻ്റർ ചെയ്തു. അപ്പോൾ ഇൻഡിജർ വാല്യൂ പ്രിന്റ് ചെയ്തു. പിന്നെ എൻ്റർ ഫ്ലോട്ട് വാല്യൂ എന്ന് പറഞ്ഞു. ഞാൻ 3.5 എന്ന് പറഞ്ഞു. ഫ്ലോട്ട് വാല്യൂ എൻ്റർ ചെയ്തു. അപ്പൊ ഈ രീതിയിൽ കിട്ടും. അപ്പൊ കുറച്ച് ഇവിടെ കണ്ടോ, എൻ്റെ ഇൻഡിജർ വാല്യൂ കഴിഞ്ഞിട്ട് 3 കഴിഞ്ഞിട്ട് ഒരു സ്പേസും ഇല്ലാണ്ട് നേരെ കൊണ്ടുപോയി എൻ്റെ ഫ്ലോട്ട് വാല്യൂ എന്നൊക്കെ പറഞ്ഞ് പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ന്യൂ ലൈൻ ക്യാരക്ടർ ഒക്കെ കൊടുത്തിട്ട് അതിനെ കുറച്ചും കൂടി ഭംഗിയുള്ളതാക്കാം. കുറച്ചും കൂടി നല്ല രീതിയിൽ ഔട്ട്പുട്ട് കാണിക്കാൻ പറ്റും. കാണിച്ചു തരാം. ഞാൻ ഇവിടെ എൻ്റെ ഫ്ലോട്ട് വാല്യൂ എന്നുള്ളത് പുതിയ ലൈനിൽ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ലാഷ് കൊടുത്തിരിക്കുകയാണ്. ദെൻ കമ്പൈൽ ചെയ്യാൻ പറഞ്ഞു. ഏതെങ്കിലും കീ പ്രസ് ചെയ്തു, റൺ ചെയ്തു. റൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇൻഡിജർ വാല്യൂ എൻ്റർ ചെയ്യാൻ പറഞ്ഞു. ഞാൻ 4 എൻ്റർ ചെയ്തു. കണ്ടോ, അപ്പൊ അടുത്ത ലൈനിൽ എൻ്റെ ഫ്ലോട്ട് വാല്യൂ എന്നുള്ളത് അടുത്ത ലൈനിലേക്ക് വന്നു. അപ്പൊ ഡിഫോൾട്ട് ആയിട്ട് ഇത് ഒരേ ലൈനിൽ തന്നെ ഇങ്ങനെ പ്രിന്റ് ചെയ്ത് പോകത്തേ ഉള്ളൂ. നമുക്ക് താഴെ കാണണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ തന്നെ ന്യൂ ലൈൻ ക്യാരക്ടർ ആയിട്ടുള്ള സ്ലാഷൻ ആഡ് ചെയ്ത് കൊടുക്കണം. എങ്കിലേ അത് താഴെയുള്ള ലൈനിൽ പ്രിന്റ് ചെയ്ത് കിട്ടത്തുള്ളൂ. അതൊക്കെ നമ്മൾ പ്രോഗ്രാം എഴുതി വരുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ എഴുതാനായിട്ട് ഇപ്പൊ കുറച്ചും കൂടെ ഭംഗിയായിട്ട് ഔട്ട്പുട്ട് കാണിക്കാനൊക്കെ ശ്രമിക്കും. അപ്പം ഫ്ലോട്ട് വാല്യൂ 3.5 എന്ന് പറഞ്ഞ് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഈ രീതിയിലാണ് നമ്പർ സ്കാൻഎഫ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് റീഡ് ചെയ്യുന്നത്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇപ്പൊ തൽക്കാലത്തേക്ക് ഫ്ലോട്ട് വാല്യൂ ഇവിടെ മാറ്റുവാണ്. നമുക്കൊരു ഇൻഡിജർ വാല്യൂ എന്ന് റീഡ് ചെയ്യാൻ പറഞ്ഞിട്ട് അവിടെ ഫ്ലോട്ട് നമ്മൾ അറിയാതെ എൻ്റർ ചെയ്ത് കൊടുത്തു. അപ്പൊ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഇതിൻ്റെ അകത്ത് ഒരു ഇൻഡിജർ വാല്യൂ റീഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതൊന്ന് നോക്കാം. ഇപ്പൊ എൻ്റർ ആൻ ഇൻഡിജർ വാല്യൂ എന്ന് പറഞ്ഞു. ഞാനിവിടെ 5.6 എന്ന് എൻ്റർ ചെയ്തു. നമുക്ക് ശരിക്കും പെർസെൻറ്റേജ് ഡി വഴി എന്ത് മാത്രമേ പറ്റത്തുള്ളൂ, ഇൻഡിജർ നമ്പേഴ്സ് മാത്രമേ പറ്റത്തുള്ളൂ. പക്ഷെ ഞാൻ എൻ്റർ ചെയ്തപ്പോൾ എന്തായിപ്പോയി, അതൊരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആയി പോയി. കണ്ടോ, ഇങ്ങനെ ഒരു നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്താലും അവിടെ എറർ ഒന്നും കാണിക്കത്തില്ല. പക്ഷെ എന്ത് മാത്രമേ സ്റ്റോർ ചെയ്യത്തുള്ളൂ, പോയിന്റിന് മുന്നേ ഉള്ള നമ്പർ മാത്രമേ അവിടെ സ്റ്റോർ ചെയ്യത്തുള്ളൂ. അപ്പൊ അത് ലോജിക്കൽ മിസ്റ്റേക്ക് ആയിട്ട് വരും. നമുക്ക് ഔട്ട്പുട്ട് കറക്റ്റ് ആയിട്ടുള്ള ഫിഗേഴ്സ് കിട്ടത്തില്ല. പക്ഷെ അതിനകത്ത് കമ്പൈലർ എറർ ഒന്നും കാണിക്കത്തില്ല. അപ്പം ഇതിനകത്ത് ഞാനിപ്പോൾ ചെയ്തത് പറയാൻ ഉദ്ദേശിച്ചത് ഇത്രേ ഉള്ളൂ, ടൈപ്പ് കറക്റ്റ് ആയിരിക്കണം. ഇൻഡിജർ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഫ്ലോട്ട് എൻ്റർ ചെയ്താലും എറർ കാണിക്കത്തില്ല. എന്തായിരിക്കും, ഈ 5.6 ഇൻഡിജർ പാർട്ടായിട്ടുള്ള 5 മാത്രം റീഡ് ചെയ്യും. എന്നിട്ട് 0.6 എന്ത് ചെയ്യും, ഒഴിവാക്കും. ഓക്കെ, അപ്പൊ അതാണ് ഒരു ഇൻഡിജർ വേരിയബിളിലേക്ക് ഫ്ലോട്ട് അസൈൻ ചെയ്താലുള്ള പ്രശ്നം. പ്രത്യേകിച്ചാണെങ്കിൽ അതൊന്നും പ്രശ്നം വരത്തില്ല. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും കൂടിയൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ബാക്കിയുള്ളത് നമ്മൾ ഓരോ പ്രോഗ്രാമായിട്ട് പഠിച്ചു വരുന്നതനുസരിച്ച് നമ്മൾ ക്യാരക്ടറൊക്കെ എങ്ങനെ റീഡ് ചെയ്യാമെന്ന് പഠിക്കാം. ഓക്കെ, താങ്ക് യു.